അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശഅബാൻ 15-ന്റെ ദിവസം ബറാഅത്ത് ദിവസം എന്ന് പറയുന്നത്, അതിൻ്റെ ഇസ്ലാമിക പ്രമാണം എന്താണ്? സൂറത്തു ദുഖാനിൻ്റെ 2-ാമത്തെ ആയത്ത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ബറക്കത്തുള്ള രാത്രിയിലാണ് ഈ ഖുർആനിനെ നമ്മൾ അവതരിപ്പിച്ചത് എന്ന് പറയുന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാമിങ്ങൾ പറയുന്നു. ഇമാം റാസി തഫ്സീറുൽ കബീറിൻ്റെ 27-ാം വാള്യം 652-ാമത്തെ പേജിൽ പറയുന്നു, രണ്ടഭിപ്രായം പറയുന്നു. വഖാല ഇക്രിമ വതായിഫത്തുൻ ആഖറൂൻ ഇന്നഹാ ലൈലത്തുൽ ബറാഅ. ഒരഭിപ്രായം ലൈലത്തുൽ ഖദറാണ് ഈ ബർക്കത്തായ രാത്രി എന്നുള്ളതാണ്. രണ്ടാമത്തെ അഭിപ്രായം അത് ബറാഅത്തിൻ്റെ രാത്രി എന്നാണ്. വഹിയ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, അത് ശഅബാൻ 15-ന്റെ രാത്രിയാണ് ഈ ബറാഅത്തിൻ്റെ രാത്രി. ആ ബറാഅത്തിൻ്റെ ബർക്കത്തുള്ള രാത്രിയിലാണ് ഖുർആൻ അവതരിച്ചത് എന്ന് ഇമാം റാസി പറയുന്നു. ഇമാം അബു സുഊദ് പറയുന്നു, ഹിയ ലൈലത്തുൽ ഖദർ വഖീല ലൈലത്തുൽ ബറാഅ, ലൈലത്തുൽ ബറാഅത്താണ് ആ രാത്രി എന്നും അഭിപ്രായമുണ്ട്. തഫ്സീർ അബു സുഊദ് 8-ാം വാള്യം 58-ാം പേജ്. ഇമാം ബഗവി മആലിമു തൻസീലിൽ ഇത് തന്നെ പറയുന്നുണ്ട്, ഹിയ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, അത് ശഅബാനിൻ്റെ 15-ാമത്തെ രാത്രിയാണ്. ഇമാം ഖുർത്തുബി പറയുന്നു, പിന്നെ വയുഖാലു ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, അത് ശഅബാനിൻ്റെ 15-ാമത്തെ ദിവസമാണ്, അതിന് 4 പേരുണ്ട് എന്ന് പറഞ്ഞ് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ ഖുർത്തുബിയുടെ 16-ാം വാള്യം 109-ാമത്തെ പേജ് പറയുന്നു. ഇമാം മാവർദി തൻ്റെ തഫ്സീറിൽ പറയുന്നു, ഫീഹി ഖൗലാനി, ലൈലത്തുൽ മുബാറക എന്ന് പറഞ്ഞതിൽ 2 അഭിപ്രായമുണ്ട്. ഒരു അഭിപ്രായം അന്നഹാ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, അത് ശഅബാനിൻ്റെ 15-ാമത്തെ രാത്രിയാണ്. ഖാലഹു ഇക്രിമ, ഇത് ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീറാണ്. അപ്പോൾ സർവ്വ ഇമാമിയങ്ങളും ലൈലത്തുൽ മുബാറക എന്ന് പറഞ്ഞ ബർക്കത്തായ രാത്രി അത് ശഅബാൻ 15-ന്റെ രാത്രിയാണ് എന്ന് തഫ്സീറുകളിൽ വിവരിക്കുന്നു. ഇനി ഹദീസുകൾ നോക്കാം. ഈ വിഷയത്തിൽ 10-12ഓളം ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒന്ന് ഇമാം തബ്റാനി മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിച്ച ഹദീസ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. ഈ 12 ഹദീസുകളും ഏകദേശം ആശയത്തിൽ ഒന്നാണ്. റിപ്പോർട്ടിലുള്ള റാവിമാർ വ്യത്യസ്തരായ റാവികളാണ്. അതിൽ പറയുന്ന ഒരു ഹദീസ് ഞാൻ വായിക്കാം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തബ്റാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇങ്ങനെയാണ്. അൻ മുആദ് ഇബ്നു ജബൽ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യത്തലിഉല്ലാഹു അസ്സ വജല്ല അലാ ഖൽഖിഹി ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15-ന്റെ രാത്രി അല്ലാഹു തആല സൃഷ്ടികൾക്ക് പ്രത്യേകം റഹ്മത്ത് ചെയ്യുന്നു. ഫയഗ്ഫിറു ലി ജമീഇ ഖൽഖിഹി, അല്ലാഹു സർവ്വ സൃഷ്ടികൾക്കും പുറത്തു കൊടുക്കുന്നു. ഇല്ലാ ലി മുശ്രിക്കിൻ, മുശ്രിക്കിനിക്ക് ഒഴികെ. ഔ മുശാഹിനിൻ, പുത്തൻവാദിക്കും ഒഴികെ. മുശാഹിൻ എന്ന് പറഞ്ഞാൽ പുത്തൻവാദി, മുശ്രിക്ക്, ഈ 2 വിഭാഗത്തിന് അല്ലാഹു തആല പൊറുക്കുകയില്ല. ഇമാം തബ്റാനിയുടെ മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിച്ച 16639 നമ്പർ ഹദീസ്. ഈ ഹദീസ് സ്വഹീഹാണ് എന്ന്, ഇതിൻ്റെ റിപ്പോർട്ടിലുള്ള എല്ലാ ആളുകളും വിശ്വസ്തരാണ് എന്ന് ഇമാം ഹൈസമി, നൂറുദ്ദീനുൽ ഹൈസമി തൻ്റെ മജ്മുഉ സവായിദിൻ്റെ 8-ാം വാള്യം 126-ാമത്തെ പേജിൽ പറയുന്നു. പിന്നെ 2-ാമത്തെ ഹദീസ് കസീർ ഇബ്നു മുറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. മുസന്നഫ് ഇബ്നു അബി ഷൈബ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. 3-ാമത്തത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. 4-ാമത്തത് അബൂ സഅലബത്തുൽ ഖുശനി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബൈഹഖി സുനനുൽ കബീറിൽ ഉദ്ധരിച്ച ഹദീസാണ്. അതുപോലെ ഇമാം തബ്റാനി മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. 5-ാമത്തെ ഹദീസ് ഉസ്മാൻ ഇബ്നു അബുൽ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. 6-ാമത്തത് യഹ്യ ഇബ്നു അബി കസീറിൽ നിന്നാണ്. ഉസ്മാൻ ഇബ്നു അബുൽ ആസിൽ നിന്ന് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്തതാണ്. അത് യഹ്യ ഇബ്നു അബി കസീറിൽ നിന്ന് ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. 7-ാമത്തെ ഹദീസ് അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളിൽ നിന്ന് ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. 8-ാമത്തെ ഹദീസ് അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 9-ാമത്തെ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഹദീസ് സ്വഹീഹാണെന്ന് ഇമാം നൂറുദ്ദീനുൽ ഹൈസമി മജ്മുഉ സവായിദിൻ്റെ 8-ാം വാള്യത്തിൽ പറയുന്നു. 10-ാമത്തെ ഹദീസ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബസ്സാർ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആ ഹദീസും സ്വഹീഹാണെന്ന് ഇമാം ഹാഫിൽ
നൂറുദ്ദീനുൽ ഹൈസമി മജ്മൂ സവായിദിൽ പറയുന്നു. 11-ാമത്തെ ഹദീസ് ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബസ്സാർ റിപ്പോർട്ട് ചെയ്യുന്നു. ആ ഹദീസും സ്വഹീഹാണെന്ന് ഹൈസമി മജ്മൂ സവായിദിൽ പറയുന്നു. 12-ാമത്തെ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. ആ ഹദീസ് ഇമാം നൂറുദ്ദീനുൽ ഹൈസമി മജ്മൂ സവായിദിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബറാഅത്ത് ദിവസത്തിൻ്റെ പ്രത്യേകതയായി പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് പല ഹദീസുകളും സ്വഹീഹാണ്. ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ ഉണ്ട്. 10-12ഓളം ഹദീസിൻ്റെ ഇമാമിങ്ങളും സ്വഹാബത്തും റിപ്പോർട്ട് ചെയ്തവരുടെ പേരാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ഷഅബാൻ 15-ൻ്റെ നമ്മുടെ ഉലമാ ആ വിഷയത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? മക്കയുടെ ചരിത്രം പറയുന്ന കിതാബാണ് അഖ്ബാറു മക്ക. ഇമാം ഫാക്കിഹിയുടെ അഖ്ബാറു മക്ക. അദ്ദേഹം 272 വഫാത്തായ വളരെ മുമ്പുള്ള ഇമാമാണ് ഇമാം ഫാക്കിഹി. അദ്ദേഹത്തിൻ്റെ അഖ്ബാറു മക്ക, മക്കയുടെ ചരിത്രം പറയുന്ന ആ കിതാബിൽ പറയുന്നു, ദിക്റു അമലി അഹ്ലി മക്കത ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ വജ്തിഹാദിഹിം ഫീഹാ ലിഫദ്ലിഹാ. മക്കയുടെ ആളുകൾ ഷഅബാൻ 15-ന് ഇബാദത്തിൻ്റെ കാര്യത്തിൽ അവർ കാണിക്കുന്ന താല്പര്യം വളരെ കൂടുതലാണ്. മസ്ജിദുൽ ഹറാമിലേക്ക് പോവുകയും ആ രാത്രി അവർ ഹയാത്താക്കുകയും തവാഫ് ചെയ്യുകയും പ്രത്യേകമായ ഖുർആൻ ഓത്തുകൊണ്ടും ദിക്റുകളെ കൊണ്ടും മറ്റു നല്ല കാര്യങ്ങളെ കൊണ്ടും അന്നത്തെ രാത്രി അവർ ഹയാത്താക്കാറുണ്ട്. സംസം വെള്ളം അന്ന് കുടിക്കാറുണ്ട്. അന്നത്തെ രാത്രി അവർ പ്രത്യേകം ഹയാത്താക്കി ആ ദിവസത്തിൻ്റെ ബർക്കത്തിന് തേടാറുണ്ടായിരുന്നു എന്ന് യബ്തഗൂന ബിദാലിക്കൽ ബറകത ഫീ ഹാദിഹിൽ ലൈല. ആ രാത്രിയിൽ പ്രത്യേകം ബർക്കത്തിന് അവർ തേടാറുണ്ടായിരുന്നു എന്ന് മക്കയുടെ ചരിത്രം പറയുന്ന അഖ്ബാറു മക്ക എന്ന കിതാബിൻ്റെ മുസന്നിഫ് 272 വഫാത്തായ മഹാനാണ്. ഹിജ്റ 300-ന് മുമ്പുള്ള വലിയ മഹാനാണ്. അദ്ദേഹമാണ് മക്കയുടെ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ ഷഅബാൻ 15-ൻ്റെ മഹത്വം പറയുന്നത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന മഹാനാണ്. ഷാഫി ഇമാം പറയുന്നു, 5 രാത്രികളിൽ ദുആക്ക് ഉത്തരം നൽകപ്പെടും. അതിൽപ്പെട്ട ഒരു രാത്രിയാണ് ഷഅബാൻ 15-ൻ്റെ രാത്രി. അത് ഇമാം ഷാഫിയുടെ ഉമ്മ് 1-ാം വാള്യം 264-ാം പേജിലുണ്ട്. അത് ഇമാം നവവി ശറഹുൽ മുഹദ്ദബിൽ എടുത്തുദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് 5-ാം വാള്യം 43-ാമത്തെ പേജിൽ. ഇമാം അബ്ദുൽ ഹമീദ് ഷർവാനി പറഞ്ഞു, രാത്രികളെ കൂട്ടത്തിൽ ശ്രേഷ്ഠമായ രാത്രികളെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, പിന്നെ സുമ്മ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഷഅബാനിൻ്റെ 15-ാമത്തെ രാത്രി വലിയ ശ്രേഷ്ഠമായ രാത്രിയാണ്. ഹാഷിയത്തു തുഹ്ഫ 3-ാം വാള്യം 462-ാം പേജ്. എന്തിനേറെ പറയണം, സുന്നിയായി സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ സുന്നത്ത് ജമാഅത്തിനോട് വലിയ താല്പര്യമില്ലാത്ത മുബാറക് ഫൂരി അദ്ദേഹത്തിൻ്റെ പിന്നെ തുഹ്ഫത്തുൽ അഹ്വദി തുർമുദിയുടെ വ്യാഖ്യാന ഗ്രന്ഥം അതിൽ പറയുന്നുണ്ട്, യഅലം അന്നഹു ഖദ് വറദ ഫീ ഫളീലത്തി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഇദ്ദത്തു അഹാദീസ. ഷഅബാൻ 15-ൻ്റെ മഹത്വം പറയുന്നതിൽ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. യദുല്ലു അലാ അന്നഹ അസ്ലൻ, ആ ഹദീസുകളെല്ലാം അറിയിക്കുന്നു ഷഅബാൻ 15-ൻ്റെ ഒരു പ്രത്യേകം അതിനൊരു അടിസ്ഥാനമുണ്ട് എന്ന്. ഷഅബാൻ 15-ൻ്റെ ദിവസത്തിന് മഹത്വമുണ്ട് എന്നതിനിക്ക് അടിസ്ഥാനമുണ്ട് എന്ന് ആ ഹദീസുകളെല്ലാം അറിയിക്കുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരുപാട് മഹത്വങ്ങൾ ആ രാത്രിയുടേത് ഈ മുബാറക് ഫൂരി തൻ്റെ തുഹ്ഫത്തുൽ അഹ്വദി 3-ാം വാള്യം 367-ാമത്തെ പേജിൽ പറയുന്നു. അദ്ദേഹം അവസാനം പറഞ്ഞു, ഫഹാദിഹിൽ അഹാദീസു ബിമജ്മൂഇഹാ, ഈ എല്ലാ ഹദീസുകളും ഹുജ്ജത്തുൻ തെളിവാണ്, അലാ മൻ സഅമ അന്നഹു ലം യസ്ബുത് ഫീ ഫളീലത്തി ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ ഷൈഉൻ, ഷഅബാൻ 15-ന് ഒരു മഹത്വവും സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് എതിരെയുള്ള തെളിവുകളാണ് ഈ ഹദീസുകളെല്ലാം എന്ന് മുബാറക് ഫൂരി തൻ്റെ കിതാബിൽ പറയുന്നു. അദ്ദേഹം ഒറിജിനൽ സുന്നിയൊന്നുമല്ല, എന്നിട്ടും അദ്ദേഹം ആ കാര്യം അംഗീകരിക്കുന്നു. ഇമാം ഇബ്നു റജബുൽ ഹംബലി തൻ്റെ ലത്വായിഫുൽ മആരിഫ് എന്ന പ്രസിദ്ധമായ കിതാബ് അതിൽ ഷഅബാൻ 15-ൻ്റെ മഹത്വങ്ങൾ ഒരുപാട് ധാരാളമായി 1-ാം വാള്യം 137-ാമത്തെ പേജിൽ പറയുന്നു. അതുപോലെ തന്നെ ഇമാം ഹസ്ഫക്കി അദ്ദേഹത്തിൻ്റെ ദുറുൽ മുഖ്താർ 2-ാം വാള്യം 25-ാമത്തെ പേജിൽ ഷഅബാൻ 15-ൻ്റെ രാത്രി അത് വലിയ മഹത്വമുള്ള രാത്രിയാണെന്ന് ദുറുൽ മുഖ്താറിൻ്റെ 2-ാം വാള്യം 25-ാമത്തെ പേജിൽ പറയുന്നു. അതുപോലെ തന്നെ ഹനഫി മദ്ഹബുകാരനായ ഇമാം ഹസൻ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ മറാഖിൽ ഫലാഹ് അതിൽ പറയുന്നു, വനുദിബ ഫീ ലൈലത്തി ബറാഅ വഹിയ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഷഅബാൻ 15-ൻ്റെ ബറാഅത്ത് രാത്രിയിൽ
അന്നത്തെ രാത്രി പ്രത്യേകം ഹയാത്താക്കൽ സുന്നത്തുണ്ട്. ഇത് ഫിഹാ തുഖ്സമുൽ അർസാഖു വൽ ആജാലു, അന്നത്തെ ദിവസമാണ് റിസുക്കുകളും അവധികളും ആയുസ്സിനെ എല്ലാം അള്ളാഹു അംശയിക്കുന്നത്. മറാഖിൽ ഫലാഹ് 1-ാം വാള്യം 48-ാമത്തെ പേജ്. ഇമാം ഇബ്നുൽ ഹാജ് വലിയ മഹാനാണ്. അദ്ദേഹത്തിന്റെ അൽ മദ്ഖൽ എന്ന് പറയുന്ന കിതാബിന്റെ 1-ാം വാള്യം 299-ാമത്തെ പേജിൽ ബറാത്ത് രാത്രിയുടെ മഹത്വം പറയുന്നുണ്ട്. ഇനി നമുക്ക് വഹാബികളുടെ ഏറ്റവും വലിയ നേതാവാണ്, വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ്, അല്ലെങ്കിൽ ആദ്യമായി ലോകത്ത് ഇസ്തിഗാസ നടത്തുന്ന മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കിയ മനുഷ്യൻ ഇബ്നു തൈമിയ. അദ്ദേഹം തന്റെ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ 138-ാമത്തെ പേജിൽ ബറാത്ത് ദിവസത്തിന്റെ മഹത്വം പറയുന്നുണ്ട്. ഇബ്നു തൈമിയ തന്നെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ബറാത്ത് രാത്രിയുടെ മഹത്വം പറയുന്നുണ്ട്. അപ്പൊ ഇബ്നു തൈമിയക്ക് മഹത്വമുള്ള ഒരു രാത്രി അദ്ദേഹത്തിന് അനുയായികൾക്ക് എങ്ങനെയാണ് ബിദ്അത്തായത് എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഇബ്നു തൈമിയാന്റെ വാക്ക് ഖുർആനിന് സമാനമാണെന്നാണ് വഹാബികൾ പറയാറുള്ളത്. ആ ഇബ്നു തൈമിയ ബറാത്ത് രാത്രിയുടെ മഹത്വം ഉദ്ധരിച്ചുകൊണ്ട് അതിന് ഹദീസ് തെളിവാക്കിക്കൊണ്ട് ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീമിൽ ഉദ്ധരിക്കുന്നുണ്ട്. അവസാനം നമ്മുടെ ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന വഹാബികളുടെ ഏറ്റവും വലിയ നേതാവ് നാസിറുദ്ദീൻ അൽബാനി, അദ്ദേഹം പോലും ലൈലത്തുൽ ബറാഅയുടെ രാത്രി, ബറാത്ത് രാത്രിയുടെ മഹത്വങ്ങൾ പറയുന്ന ഹദീസ് സ്വഹീഹാണ് എന്ന് അസ്സിൽസിലത്തു സ്വഹീഹയുടെ 3-ാം വാള്യം 135-ാമത്തെ പേജിൽ പറയുന്നു. ഇത് സംബന്ധമായി വന്ന ഒരുപാട് ഹദീസുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ 10-12ഓളം ഹദീസുകൾ, ആ ഹദീസുകളെ പറ്റി അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. ആ ഹദീസുകൾ സ്വഹീഹാണ് എന്ന് പിന്നെ ഈ അൽബാനി, വഹാബികളുടെ നേതാവ്, ഏറ്റവും വലിയ നേതാവ് അൽബാനി തന്നെ അംഗീകരിക്കുന്നു തൻ്റെ അസ്സിൽസിലത്തു സ്വഹീഹ എന്ന് പറയുന്ന ഹദീസിന്റെ കിതാബിൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സുന്നികളായ ഇമാമീങ്ങളും വഹാബികളായ അവരുടെ നേതാക്കന്മാരും ബറാത്ത് രാത്രിയുടെ മഹത്വങ്ങൾ പറയുന്നു, അവർ അത് അംഗീകരിക്കുന്നു, ഹദീസുകൾ സ്വഹീഹാണെന്ന് പറയുന്നു, അതിനുവേണ്ടി ധാരാളം അവർ കിതാബുകൾ എഴുതി വെക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ലൈലത്തുൽ ബറാത്ത് രാത്രിക്ക് വലിയ മഹത്വമുണ്ട് എന്ന് കിട്ടി. ഇനി ബറാത്ത് ദിവസത്തിന്റെ പിറ്റേന്ന് നോമ്പ് പിടിക്കൽ സുന്നത്തുണ്ടോ ഇല്ലേ? ചില ആളുകൾ പറയുന്നത് അത് ബിദ്അത്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് ചില ആളുകൾ പറയാറുള്ളത്. എന്നാൽ ഈ വിഷയത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇമാമിങ്ങൾ ഈ വിഷയത്തിൽ 2 വീക്ഷണക്കാരാണ്. ഒന്ന്, ബറാഅത്തിന്റെ നോമ്പ് എന്ന് പറയുന്ന ഒരു പ്രത്യേകം നോമ്പ് സുന്നത്തുണ്ടോ ഇല്ലേ? അതായത് ബറാഅത്ത് ദിവസം ഷഅബാൻ 15 എന്ന് പറയുന്ന ദിവസമാണ്. അപ്പൊ അന്ന് നോമ്പ് പിടിച്ചാൽ 2 നിലക്ക് കൂലി കിട്ടുമോ ഇല്ലേ? 2 നിലക്ക് അതിന് കൂലി കിട്ടുമോ ഇല്ലേ? 2 നിലക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒന്ന്, അയ്യാമുൽ ബീദ് എന്ന് പറയുന്ന എല്ലാ മാസത്തിന്റെ 13, 14, 15 ദിവസത്തിൽ നോമ്പ് സുന്നത്തുണ്ട്. അതിന് പുറമെ ബറാഅത്ത് ദിവസത്തിന്റെ നോമ്പ് എന്ന പ്രത്യേകം സുന്നത്തുണ്ടോ ഇല്ലേ? ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ ഫതാവുൽ കുബ്രയിൽ പറയുന്നത് ഒരു നിലക്ക് മാത്രമാണ് ബറാഅത്ത് പിന്നെ ഷഅബാൻ 15 നോമ്പ് സുന്നത്തുള്ളത്, അയ്യാമുൽ ബീദ് എന്ന നിലക്ക്. എന്നാൽ രണ്ടാമത്തെ പക്ഷം പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെയല്ല, 2 നിലക്കും നോമ്പ് സുന്നത്താണ്. അയ്യാമുൽ ബീദ് എന്ന നിലക്കും ഷഅബാൻ 15 ബറാഅത്തിന്റെ നോമ്പ് എന്ന നിലക്കും നോമ്പ് സുന്നത്തുണ്ട് എന്ന വീക്ഷണമാണ് ഇമാം റംലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വലിയ മഹാന്മാർ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇമാം റംലി റളിയല്ലാഹു അൻഹുവിന്റെ ലോക പ്രശസ്തമായ കിതാബാണ് ഫതാവർ റംലി. അതിലൊരു ചോദ്യം കാണാം, സുഇല അൻ സൗമി മുൻതസിഫി ഷഅബാന, ഷഅബാൻ 15 നോമ്പിനെ പറ്റി ഇമാം റംലിയോട് ചോദിക്കപ്പെട്ടു. കമാ റവാഹു ഇബ്നു മാജ അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളിൽ നിന്ന് ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നഹു ഖാല ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാന, ഷഅബാൻ 15 രാത്രി ആയാൽ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹ, അന്നത്തെ രാത്രി നിങ്ങൾ ഹയാത്താക്കുക, ഉറങ്ങാതെ, വസൂമു നഹാറഹ, അന്നത്തെ പകലിനെ നിങ്ങൾ നോമ്പ് പിടിച്ച് നിങ്ങൾ ധന്യമാക്കുക എന്ന് പറയുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അൽ ഹുവ മുസ്തഹബ്ബുൻ ഔലാ, ഷഅബാൻ 15 നോമ്പ് സുന്നത്തുണ്ടോ ഇല്ലേ? വഹലിൽ ഹദീസു സ്വഹീഹുൻ ഔലാ, ഷഅബാൻ 15 നോമ്പ് പിടിക്കുന്ന പറ്റി പറയുന്ന ഹദീസ് സ്വഹീഹാണോ അല്ലേ? വഇൻകാന ലഈഫൻ ഫമൻ ലഅഫഹു, ലഈഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ആരാണ് ലഈഫ് ആക്കിയത്? ഫഅജാബ, അപ്പൊ ഇമാം റംലി റളിയല്ലാഹു അൻഹു ഉത്തരം പറഞ്ഞു. ഇമാം റംലി നമ്മുടെ ഇക്കാലത്തുള്ള ആളൊന്നുമല്ല. ഇമാം റംലി റളിയല്ലാഹു അൻഹു വളരെ പഴക്കമുള്ള ഷാഫി മദ്ഹബിന്റെ ആധികാരിക പണ്ഡിതനാണ്. ആ ഇമാം റംലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിഅന്നഹു യുസന്നു സൗമു നിസ്ഫി ഷഅബാന,
ഷഅബാൻ 15-ന്റെ നോമ്പ് സുന്നത്താകുന്നു. ഷഅബാൻ 15-ന്റെ നോമ്പ് സുന്നത്താകുന്നു. ബൽ യുസന്നു സൗമു സാലിസ അശരിഹി വറാബി അശരിഹി വഖാമിസ അശരിഹി. 15-ന് മാത്രമല്ല 13-നും 14-നും നോമ്പ് സുന്നത്തുണ്ട്. അത് എല്ലാ മാസത്തിന്റെ നോമ്പ് സുന്നത്തുണ്ട് എന്ന നിലക്ക് 13-ഉം 14-ഉം 15-ഉം എല്ലാ മാസത്തിലും സുന്നത്തുണ്ട്. പ്രത്യേകിച്ച് ഷഅബാൻ 15-ന്റെ അന്ന് സുന്നത്തുണ്ട്. വൽ ഹദീസുൽ മദ്കൂറു യുഹ്തജ്ജു ബിഹി. മേൽ പറഞ്ഞ ഇബ്നു മാജയുടെ ഹദീസ് അത് തെളിവിന് പറ്റുന്ന ഹദീസാണ്. അപ്പൊ ഷഅബാൻ 15-ന്റെ നോമ്പ് ഷഅബാൻ 15 എന്ന നിലക്ക് തന്നെ സുന്നത്തുണ്ട് എന്നാണ് ഇമാം റംലി റളിയല്ലാഹു അൻഹു പറയുന്നത്. ആ ഹദീസ് ഇതിന് തെളിവിന് പറ്റുന്നതാണ്. അപ്പോ ഇമാം റംലി റളിയല്ലാഹു അൻഹുവിന്റെ അടക്കമുള്ള ഒരുപാട് ആലിമീങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. രണ്ട് നിലക്ക് ഷഅബാൻ 15-ന്റെ നോമ്പ് സുന്നത്താണ്. ഇബ്നു ഹജർ തങ്ങളടക്കമുള്ള പണ്ഡിതന്മാർ പറയുന്നത് അത് ഒറ്റ നിലക്ക് മാത്രമേ നോമ്പ് സുന്നത്തുള്ളൂ. ഏതായാലും നോമ്പ് സുന്നത്തുണ്ട് എന്നതിൽ ആർക്കും തർക്കമേ ഇല്ല. ഷഅബാൻ 15-ന്റെ നോമ്പ് സുന്നത്തുണ്ട് എന്ന് രണ്ട് കൂട്ടർ പണ്ഡിതന്മാരും അംഗീകരിക്കുന്നു. പിന്നെ വഹാബികൾ, അവർക്ക് പിന്നെ ഫിഖ്ഹിന്റെ കിതാബൊന്നും അവർക്ക് തെളിവല്ല, അവർ അംഗീകരിക്കുന്നില്ല. ഹദീസുകളും അവർ അംഗീകരിക്കുന്നില്ല. ഒരുപാട് ഹദീസുകൾ ഷഅബാനിന്റെ 15-ന്റെ മഹത്വം വന്നിട്ടുണ്ട്. അമല് ചെയ്യാൻ സ്വഹിയായ ഹദീസ് തന്നെ വേണം എന്നില്ല എന്നത് ഹദീസിനെ പറ്റി പഠിച്ച ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. ദഈഫായ ഹദീസ് കൊണ്ടും അമല് ചെയ്യുന്നതിന് വിരോധമില്ല എന്ന് സർവ്വ ഹദീസ് നിദാന പണ്ഡിതന്മാരും ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ സർവ്വ ഇമാമീങ്ങളും ഇത്തിഫാഖായിട്ട് പറഞ്ഞ കാര്യമാണ്. ഒരു ഹദീസ് കൊണ്ട് അമല് ചെയ്യണമെങ്കിൽ അത് സ്വഹിഹായി കൊള്ളണം എന്നില്ല, ദഈഫായ ഹദീസ് ആയാലും മതി. ഷഅബാൻ 15-ന്റെ മഹത്വത്തിൽ പറയുന്ന ഹദീസ് സ്വഹിഹായതാണ്. ഇനി ഒരു പക്ഷേ സ്വഹി അല്ല എന്ന് സമ്മതിച്ചാൽ തന്നെ ദഈഫ് ഉണ്ടെങ്കിലും അമല് ചെയ്യുന്നതിന് ഒരു വിരോധവും ഇല്ല. പിന്നെ കന്യത്ത് ഉസ്താദിന്റെ ഫത്വ കൊടുത്തിട്ടുണ്ടല്ലോ, ഇ.കെ. ഉസ്താദിന്റെ ഫത്വ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ചില ആളുകൾ വസ്വാസാക്കുന്നത്. യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ വഹാബിസം കടന്നുകൂടിയാൽ പിന്നെ ഒരു ഹക്കും അവരുടെ ഖൽബിലേക്ക് പറഞ്ഞത് അവർ സ്വീകരിക്കാൻ തയ്യാറാവൂല. കന്യത്ത് ഉസ്താദ് കൊടുത്ത ഫത്വ എന്താണ്? കന്യത്ത് ഉസ്താദിന്റെ വാഴക്കാട് ദാറുൽ ഉലൂം എന്ന് പറയുന്ന സ്ഥാപനത്തിൽ കന്യത്ത് ഉസ്താദ് പ്രായം ചെന്ന സമയത്ത് ഓർമ്മശക്തികളൊക്കെ കുറഞ്ഞ നേരത്ത് ആരോ ഒരാൾ ഷഅബാൻ 15-ന്റെ നോമ്പിന്റെ ഫത്വ ചോദിച്ചപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു നായിബ് മുദരിസ്, വഹാബി ആശയം മനസ്സിൽ കടന്നുകൂടിയ ഒരു വഹാബി ആയ ഒരു മനുഷ്യൻ കന്യത്ത് ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയി ഫതാവുൽ കുബ്ര കാണിച്ചു കൊടുക്കുകയും കന്യത്ത് ഉസ്താദിന് പ്രായം ചെന്ന സമയത്ത് തെറ്റിദ്ധരിപ്പിച്ച് ഉസ്താദിനെ കൊണ്ട് തെറ്റായ നിലയ്ക്ക് ഫത്വ കൊടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഒരു വഹാബി, വഹാബി ചെയ്ത പണിയാണ് എന്ന് ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. കന്യത്ത് ഉസ്താദ് പ്രായമുള്ള നേരത്ത് കന്യത്ത് ഉസ്താദിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൊടുപ്പിച്ച ഒരു ഫത്വയായിരുന്നു. മനഃപൂർവ്വം കന്യത്ത് ഉസ്താദ് അങ്ങനെ ഫത്വ കൊടുത്തിട്ടില്ല. കാരണം കന്യത്ത് ഉസ്താദിന് അങ്ങനെ ഫത്വ കൊടുക്കാൻ കഴിയില്ല. കാരണം പണ്ട് മുതലേ എല്ലാ മുഅ്മിനീങ്ങളും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന നോമ്പാണ് ബറാഅത്തിന്റെ നോമ്പ്. ആർക്കും തർക്കമില്ല അതിൽ. മുൻകാല ഇമാമിങ്ങൾ എല്ലാവരും പറഞ്ഞ ഒരു സുന്നത്തിനെ കന്യത്ത് ഉസ്താദ് അങ്ങനെ ബിദ്അത്തായി തള്ളുകയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. കാരണം കന്യത്ത് ഉസ്താദ് അള്ളാഹുവിന്റെ വലിയ ആരിഫീങ്ങൾപ്പെട്ട വലിയ മഹാനാണ്. ആ കന്യത്ത് ഉസ്താദ് ഒരിക്കലും ഒരു സുന്നത്തിന് ബിദ്അത്തായി ചിത്രീകരിക്കുകയില്ല. കന്യത്ത് ഉസ്താദിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. കാരണം കന്യത്ത് ഉസ്താദ് സമസ്തയിൽ പ്രസിഡന്റായിരിക്കെ തന്നെ 30/12/1978 ചേർന്ന ഒരു മുഷാവറ യോഗത്തിൽ ഈ ബറാഅത്തിന്റെ നോമ്പിനെ പറ്റി ചർച്ച നടന്നിരുന്നു. ആ മുഷാവറയിൽ എല്ലാ ഉസ്താദുമാരും ഇരുന്ന് ഏകോപിച്ചുകൊണ്ട് മീറ്റിംഗിൽ മുഷാവറയുടെ യോഗത്തിൽ തീരുമാനിച്ചൊരു കാര്യം ഞാനിവിടെ വായിക്കാം. മുഷാവറയുടെ തീരുമാനങ്ങൾ 30/12/1978 മുഷാവറയുടെ അഭിപ്രായം. 3. ബറാഅത്ത് നോമ്പ് സുന്നത്താണോ എന്ന ചോദ്യവും മറ്റും അടങ്ങുന്ന കത്തിന് ഇപ്രകാരം മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു. ബറാഅത്ത് നോമ്പ് സുന്നത്തുണ്ട്. കിതാബുകൾ പരിശോധിച്ച് തന്നെയാണ് അത് പാഠപുസ്തകത്തിൽ ചേർത്തത്. അതിനാൽ അത് പിൻവലിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. സമസ്തക്ക് ഒരു കത്ത് വന്നു. ആ കത്തിലുണ്ടായിരുന്നത് മദ്രസ പാഠപുസ്തകത്തിൽ ബറാഅത്തിന് നോമ്പ് സുന്നത്തുന്നുണ്ടല്ലോ, അത് പിൻവലിക്കേണ്ടതെന്നായിരുന്നു. അതിന് സമസ്ത, കന്യത്ത് ഉസ്താദ് പ്രസിഡന്റാണ്, ഇ.കെ. ഉസ്താദ് സമസ്തയിലുണ്ട്, 40 ആലിമീങ്ങളുണ്ട്. അവരെല്ലാം മുഷാവറയിൽ തീരുമാനിച്ചത് ബറാഅത്തിന്റെ നോമ്പ് സുന്നത്താണ് എന്ന് കിതാബുകൾ സ്ഥിരപ്പെട്ടതിനാൽ അത് പിൻവലിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നാണ്.
അപ്പൊ സർവ ഉസ്താദുമാരും സമസ്തയുടെ എതിർക്കാത്ത അംഗീകരിച്ച കാര്യമാണ്. മുൻകാല ഇമാമിങ്ങൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയ വിഷയങ്ങളാണ് ബറാഅത്തിന്റെ നോമ്പ്. അതിനെ കന്യത്ത് ഉസ്താദ് എതിർക്കുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. കന്യത്ത് ഉസ്താദിന്റെ ഫത്വകളും മറ്റു നമ്മുടെ ഉസ്താദുമാരുടെ വാക്കുകളും മനസ്സിലാക്കാനും ചിന്തിക്കാനും കഴിയാത്ത വിവരദോഷികൾ മാത്രമാണ് ഇങ്ങനെയുള്ള ജൽപ്പനങ്ങളുമായിട്ട് മുമ്പോട്ട് വരിക. അതുകൊണ്ട് അതുപോലെയുള്ള ഫസാദുകളിൽ, ഫിത്നകളിൽ, വസ്വാസികൾ നമ്മൾ പെട്ടുപോകരുത്. പിന്നെ മേറാജിന്റെ നോമ്പിനെ പറ്റി അദ്ദേഹം വിമർശിച്ചു. മേറാജിന്റെ നോമ്പ് സുന്നത്താണെന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സമസ്തയുടെ ആദ്യകാല പണ്ഡിതനായിരുന്ന ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ഷാലിയാത്തി, ഇബ്നു ഹജറുൽ ഹിന്ദി എന്ന പേരിൽ ഗൾഫ് നാടുകളിൽ അറിയപ്പെടുന്ന വലിയ മഹാൻ, സമസ്തയുടെ ആധികാരിക പണ്ഡിതനാണ്. ആ അഹമ്മദ് കോയ ഷാലിയാത്തിയുടെ സ്വന്തം കിതാബാണ് ഫതാവൽ അസ്ഹരിയ. അതിൽ അഹമ്മദ് കോയ ഷാലിയാത്തി മേറാജിന്റെ നോമ്പ് സുന്നത്താണെന്ന് പറയുന്നു. യുസ്തഹബ്ബു സൗമു യൗമിൽ മിഅ്റാജ്, മേറാജിന്റെ നോമ്പ് സുന്നത്താണെന്ന് ഫതാവൽ അസ്ഹരിയിൽ ഇമാം ഷാലിയാത്തി പറയുന്നു. ഷാലിയാത്തിനേക്കാൾ കൂടുതൽ തിരിയുന്ന ആൾക്കാരല്ലല്ലോ നമ്മൾ. ഷാലിയാത്ത് സ്വന്തം പറഞ്ഞതല്ല, മുൻകാല ഇമാമിങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാഷിയത്തുൽ ജമൽ അലൽ മൻഹജ് 2ാം വാള്യം 349 പേജിൽ മേറാജിന്റെ നോമ്പ് സുന്നത്താണെന്ന് പറയുന്നു. ഫത്ഹുൽ മൊയ്നിന്റെ വ്യാഖ്യാന കിതാബ് എഴുതിയ സയ്യിദുൽ ബക്കരി റളിയല്ലാഹു അൻഹു പ്രഗത്ഭനായ പണ്ഡിതനാണ്. നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കിതാബാണ് ഇആനത്തു ത്വാലിബീൻ. അതിന്റെ 2ാം വാള്യം 270 പേജിൽ മേറാജിന്റെ നോമ്പ് സുന്നത്താണ് എന്ന് പറയുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഇമാമിങ്ങൾ സുന്നത്താക്കി പറഞ്ഞ കാര്യങ്ങൾ സുന്നികളാകുന്ന നമ്മൾ എന്തിനതിനെ എതിർക്കണം? സുന്നികളാകുന്ന നമ്മൾ നോക്കേണ്ടത് ഹദീസിനെ അല്ല. നമ്മുടെ ഇമാമിങ്ങൾ പറഞ്ഞ ആ ഹദീസുകൾ ചർച്ച ചെയ്തുകൊണ്ട് ഇമാമിങ്ങൾ പറഞ്ഞ തീർമാനങ്ങളുണ്ട് ഫിഖ്ഹിന്റെ. പണ്ഡിതന്മാർ നോക്കേണ്ടത് ഫിഖ്ഹിന്റെ കിതാബുകളാണ്, അല്ലാതെ ഹദീസ് നോക്കിയിട്ട് ഫത്വ കൊടുക്കേണ്ടവരല്ല സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ. നമ്മുടെ ഇമാമിങ്ങൾ പറഞ്ഞത് തന്നെ നമുക്ക് ധാരാളം തെളിവാണ്. അഹമ്മദ് കോയ ഷാലിയാത്തി പോലെയുള്ള, സയ്യിദുൽ ബക്കരി തങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഹദീസ് പരിശോധിക്കേണ്ട ആവശ്യം നമുക്ക് ഇല്ല. നമ്മൾ സുന്നികളാണ്, മുഖല്ലിദീങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഒരു ഹദീസ് നോക്കി വിധി കണ്ടെത്തേണ്ട ഒരു ആവശ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമ്മൾ വഹാബികളല്ല, വിദേഹത്തിന്റെ ആളുകളല്ല. നമ്മൾ ഹദീസ് നോക്കിയിട്ട് വിധി പറയുന്നവരല്ല, ഫിഖ് അടിസ്ഥാനമാക്കി വിധി പറയുന്നവരാണ്. അതുകൊണ്ട് ബറാഅത്തിന്റെ നോമ്പായാലും മേറാജിന്റെ നോമ്പായാലും അതെല്ലാം ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. അതിൽ ഈമാനുള്ള, ഫിഖ്ഹിനോട് താല്പര്യമുള്ള മദ്ഹബിന്റെ മുഖല്ലിദീങ്ങളായ ആളുകൾക്ക് ഒരു സംശയവും ഉണ്ടാവുകയില്ല. പിന്നെ ഇൽമു എന്ന് പറഞ്ഞാൽ കേവലം കിതാബ് മനസ്സിലാക്കലോ, കിതാബ് വായിക്കാൻ തിരിയലോ, അർത്ഥം വെക്കാൻ തിരിയലോ അല്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത് അദബും കുരുത്തവുമാണ്. അദബും കുരുത്തവുമുള്ള ആൾക്ക് ഇൽമുമായിട്ട് ശുഗലാകാൻ കഴിയൂ. അല്ലാത്തവർ അറിഞ്ഞാലും പഠിച്ചാലും തന്നിൽ നിന്ന് വിവരക്കേട് വന്നുകൊണ്ടേയിരിക്കും. അത് ഇൽമുള്ള ഉസ്താദുമാരോട് കാണിക്കുന്ന കുരുത്തക്കേടിൻ്റെ കാരണം കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുക. അതുകൊണ്ട് സത്യമായി മനസ്സിലാക്കി സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.